ഞങ്ങൾ മിറക്കിൾ ഗാർഡന്റെ മുന്നിലേക്കെത്തി. DMG എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ദുബായ് മിറക്കിൾ ഗാർഡൻ. നേരത്തെ കണ്ട മരുഭൂമിയെ ഇങ്ങനെ ഹരിതാഭമായ പ്രദേശമാക്കി മാറ്റിയതു തന്നെയാണ് ഏറ്റവും വലിയ വിസ്മയം. പച്ചപ്പിന്റെ ഒരു ഉദ്യാനം. ഇതൊരു മരുഭൂമിയിലാണ് സൃഷ്ടിച്ചിരിക്കുന്നതെന്ന് ഓർക്കണം. അല്ലാതെ ട്രോപ്പിക്കൽ കാലാവസ്ഥയുള്ള കേരളത്തിലോ ഇന്തോനേഷ്യയിലോ മലേഷ്യയിലോ അല്ല. ഗേറ്റിൽ നിന്ന് കുറച്ചകലെ കൊണ്ടുപോയി ഡോക്ടർ ഷാഫി കാർ പാർക്ക് ചെയ്തു. ഇവിടെ നിന്ന് ടിക്കറ്റ് എടുത്തു വേണം മിറക്കിൾ ഗാർഡനിൽ പ്രവേശിക്കാൻ. ഓൺലൈനിൽ എടുക്കുമ്പോൾ ഏതാണ്ട് 2100 രൂപയ്ക്ക് തുല്യമാണ് ഇവിടെ ഒരാൾക്കുള്ള ടിക്കറ്റ് നിരക്ക്. ഞങ്ങൾ കവാടം കടന്ന് അങ്ങോട്ട് നടന്നു. കൂറ്റൻ പൂക്കൂടകൾ കൊണ്ട് അലങ്കരിച്ച ഒരു കവാടം. പൂക്കളുടെ ഒരു ആഘോഷ കേന്ദ്രമാണ് DMG അഥവാ ദുബായ് മിറക്കിൾ ഗാർഡൻ. സസ്യങ്ങളും പൂക്കളും കൊണ്ട് മരുഭൂമിയിൽ സൃഷ്ടിച്ച ഒരു മഹാത്ഭുതം. കവാടത്തിലെ തണുപ്പ് അനുഭവിച്ചും വർണ്ണാഭ ആസ്വദിച്ചും കയറി ചെല്ലുമ്പോൾ ആദ്യം കാണുന്നത് 2 കുതിരകളാണ്. ദുബായ് ഭരണാധികാരികളുടെ വീക്ക്നെസ് ആണല്ലോ കുതിരകൾ. സസ്യങ്ങൾ കൊണ്ടുണ്ടാക്കിയതാണ് ഇതെന്ന കാര്യം ഒരു വേള വിസ്മരിച്ചു പോകും. ഇനി ഇവിടെ കാണാൻ പോകുന്നതെല്ലാം ഈ വിധം സസ്യങ്ങൾ കൊണ്ട് ഒരുക്കിയെടുത്തവ തന്നെയാണ്. പാതയുടെ ഇരുവശത്തും വിരിഞ്ഞു നിൽക്കുന്ന അനേകം പൂക്കൾ. അതിമനോഹരമാണ് കാഴ്ചകൾ. എല്ലാം കൃത്യമായി നട്ടുനനച്ചു നിർത്തിയിരിക്കുന്നു. ഒരാളും ഇതിൽ നിന്നൊന്നും പൂക്കൾ ഇറക്കുന്നില്ല എന്നതാണ് ഒരു പ്രത്യേകത. ധാരാളം മലയാളികൾ ഇവിടെ സന്ദർശകരാകുന്നുണ്ട് എന്ന കാര്യം ഓർക്കണം. അവരെല്ലാം ഇത് കണ്ട് ആസ്വദിക്കുകയല്ലാതെ ഒരു ഉപദ്രവവും ഉണ്ടാക്കുന്നില്ല. ഇവിടെ കാണുന്ന പൂക്കളുടെ ധാരാളിത്തം ആരെയും അമ്പരപ്പിക്കുകയും അത്ഭുതപ്പെടുത്തുകയും ചെയ്യും. വെറുതെ പൂച്ചെടികൾ നട്ടുവച്ചിരിക്കുകയല്ല. പൂച്ചെടികൾ കൊണ്ട് അത്ഭുതകരമായ അലങ്കാരങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നു. പുഷ്പങ്ങൾ കൊണ്ടുള്ള അത്ഭുത സൃഷ്ടികൾ തന്നെയാണ് അവയോരോന്നും. അങ്ങകലെ ഒരു കാസിൽ പണിതുവച്ചിരിക്കുന്നത് കാണാം. സിൻഡ്രല്ല കാസിൽ പോലെ വലിയൊരു നിർമ്മിതി. അതിനെയാകെ പൂക്കൾ കൊണ്ട് പൊതിഞ്ഞിരിക്കുകയാണ്. ദശലക്ഷക്കണക്കിന് ചെടികൾ, കോടിക്കണക്കിന് പൂക്കൾ. വഴിയോരത്ത് പൂച്ചെടികൾക്കിടയിൽ പപ്പായയുടെ ചെടികൾ വളരുന്നതും കാണാം. ഇങ്ങനെ കാണുമ്പോൾ ഇതൊക്കെ വളരെ ലളിതമെന്ന് തോന്നും. പക്ഷേ ഇവിടെ ഓരോ ചെടിയും കൃത്യമായി പരിപാലിക്കപ്പെടുന്നവയാണ്. എല്ലാ ചെടിയുടെയും ചുവട്ടിലേക്ക് വെള്ളവും വളവും എത്തുന്നു. ഓരോ ചെടിയുടെയും തണ്ടും തുമ്പും അനാവശ്യമായ ഭാഗങ്ങളിലേക്ക് വളരാതിരിക്കാൻ പരിപാലകർ ശ്രദ്ധിക്കുന്നുണ്ട്. അവയോരോന്നും കൃത്യമായി എല്ലാ ദിവസവും വെട്ടിയൊരുക്കിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ആ ജോലി ചെയ്യുന്നവരെയൊന്നും സന്ദർശകർക്ക് കാണാനാവില്ല. സന്ദർശകർ ഒഴിയുന്ന നേരത്തും രാത്രിയിലുമാണ് അവർ ജോലി ചെയ്യുക. വഴിയരികിൽ ഫാൽക്കനുമായി ഇങ്ങനെ ചിലർ നിൽക്കുന്നുണ്ട്. സന്ദർശകർക്ക് ഫാൽക്കനെ കയ്യിലെടുത്തു നിന്ന് ഫോട്ടോ എടുക്കാം. ഒട്ടകക്കമ്പവും കുതിരക്കമ്പവും പോലെ അറബികളുടെ ഫാൽക്കൺ കമ്പവും ഏറെ പ്രശസ്തമാണല്ലോ. ഇവിടെ പൂക്കളോടുകൂടിയ ഒരു സൈക്കിളുണ്ട്. ഇത്തരത്തിൽ വളരെ ആർട്ടിസ്റ്റിക് ആയിട്ടാണ് ഓരോ ഇടവും ഒരുക്കി വച്ചിരിക്കുന്നത്. ബൊട്ടാണിസ്റ്റുകളും കലാകാരന്മാരും ലാൻഡ്സ്കേപ്പ് ആർട്ടിസ്റ്റുകളും ഡിസൈനർമാരുമെല്ലാം ചേർന്ന് അത്ഭുതങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നു. ഇടയ്ക്ക് ചില കുന്നുകൾ, അതിന്റെ മേലെ കോട്ട പോലെ പൂക്കൾ കൊണ്ടൊരുക്കിയ സംവിധാനങ്ങൾ. താഴെ ഇക്കാണുന്നത് റെസ്റ്റോറന്റുകളാണ്. ഓരോ വള്ളിക്കുടിലുകളിലാണ് ഇരിപ്പിടങ്ങൾ സജ്ജീകരിച്ചിരിക്കുന്നത്. അതിലോരോന്നിലും ആളുകൾക്കിരുന്ന് ഭക്ഷണം കഴിക്കാം. മുകളിലുമുണ്ട്. എല്ലാം തീമാറ്റിക്കാണ്. വ്യത്യസ്തമായ ആശയങ്ങൾ ഇവിടെ സമന്വയിക്കുന്നു. പൂക്കൾ അങ്ങനെ കുലകുത്തി നിൽക്കുന്നു. പ്രത്യേക സ്ട്രക്ചറിലാണ് ആ ഫ്ലവർ ഇൻസ്റ്റലേഷനുകൾ ഒരുക്കിയിരിക്കുന്നത്. കോൺക്രീറ്റ് കൊണ്ടോ സ്റ്റീൽ കൊണ്ടോ ഉള്ള സ്ട്രക്ചറിന്മേൽ പൂച്ചെടികൾ വളർത്തിയിരിക്കുന്നു. എന്റർടൈൻമെന്റ് കോംപ്ലക്സായ ദുബായ് ലാൻഡും ദുബായ് പ്രോപ്പർട്ടീസ് ഗ്രൂപ്പും ചേർന്നാണ് ദുബായ് മിറക്കിൾ ഗാർഡൻ സൃഷ്ടിച്ചെടുത്തത്. ജോർദാനിയൻ ബിസിനസ്മാൻ അബ്ദുൽ നാസർ റഹാലിന്റെ നേതൃത്വത്തിൽ അക്കാർ ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് അഗ്രികൾച്ചർ കമ്പനി ഇത് ഡിസൈൻ ചെയ്ത് ഒരുക്കിയെടുക്കുകയായിരുന്നു. 2011 ഈ പ്രോജക്ടിനു വേണ്ടി $11 മില്യൺ ചെലവഴിച്ചത്. 2 ഘട്ടങ്ങളിലായിട്ടായിരുന്നു ദുബായ് മിറക്കിൾ ഗാർഡന്റെ പൂർത്തീകരണം.